നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സ്വലാത്തു റജുലി ഫി ജമാഅത്തിലായിട്ടുള്ള ഒരു പുരുഷന്റെ നിസ്കാരം തസീദു അലാ സ്വലാത്തിഹി ഫി ബൈത്തിഹി, അവൻ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ അധികരിക്കും. വസ്വലാത്തിഹി ഫി സൂഖിഹി, അവൻ അങ്ങാടിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും അധികരിക്കും. ബിൽഅം വഇശ്രീന ദറജ, 27 ഇരട്ടി ദറജ. അപ്പോൾ ജമാഅത്തിലായിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു ഫാത്തിഹ ഓതുമ്പോൾ 27 ഫാത്തിഹയുടെ കൂലി, ഒരു ഖിയാമിന് 27 ഖിയാമിന്റെ കൂലി, ഒരു റുക്കുവിന് 27 റുക്കുവിന്റെ കൂലി, ഇങ്ങനെ ഓരോ ഘടകങ്ങളിലും അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. വദാലിക, അത് അന്ന അഹദഹും, നിങ്ങൾ ഓരോരുത്തരും ഇദാ തവല്ലഹ ഫഅഹ്സനൽ വുളൂഅ, വുളൂ എടുക്കുകയും വുളൂഇനെ നന്നാക്കുകയും ചെയ്തു. വുളൂ എടുത്തിട്ട് പിന്നെ ഇതിന് അഹ്സനൽ വുളൂഅ എന്ന് പറഞ്ഞത്, അത് ഒരു പര്യാപ്തമാകുന്ന ഒരു വുളൂഇന്റെ ഖദർ മാത്രമല്ല. പര്യാപ്തമാകുന്ന വുളൂഇന്റെ ഖദർ എന്ന് പറഞ്ഞാൽ മുഖം ഒന്നും ആകെ ഒരു വട്ടം നനച്ച്, കൈ മുട്ടോട് കൂടെ ഒന്ന് വെള്ളം ഒലിപ്പിച്ച്, രണ്ട് കൈ നനപ്പിച്ച്, കാലിന് മേൽ വെള്ളം പാർന്ന് അതിന്റെ മുമ്പായിട്ട് തല ഒന്ന് തടവി കഴിഞ്ഞാൽ വുളൂ ആയി. അതല്ല അവിടെ വേണ്ടത്. അത് സമ്പൂർണമായി കിബിലക്ക് മുന്നിട്ട് സംസാരിക്കാതെ, ഔറത്ത് വെളിവാക്കാതെ, ഹലാലായ ഭൂമിയിൽ നിന്നുകൊണ്ട് ഹലാലായ വെള്ളം ഉപയോഗിച്ചുകൊണ്ട്, ദൂർത്തടിക്കാത്ത രീതിയിൽ, ശൈത്താന്റെ സാന്നിധ്യമൊന്നും വരാത്ത രീതിയിൽ വൃത്തിയായിക്കൊണ്ട്, സാവകാശം, വെത്തപ്പാടും വേജാറും വെപ്രാളവും ഒന്നും ഇല്ലാതെ, വസ്വാസ് കടന്നു വരാതെ, ഫർളുകളെല്ലാം 3 വട്ടം ചെയ്ത് എടുക്കുക. സുന്നത്തടക്കം ഫർളുകൾ 3 വട്ടം ചെയ്ത്, കയറ്റി കയറേണ്ട ഭാഗങ്ങളും ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളും ഒക്കെ സൂക്ഷിച്ച്, ഇങ്ങനെ ഉള്ള ഒരു സമ്പൂർണമായ ഇഹ്സാനുള്ള ഒരു വുളൂ, ആ വുളൂ ഒരാൾ ചെയ്താൽ, സുമ്മത്തൽ മസ്ജിദ്, പിന്നെ പള്ളിയിൽ ചെന്നു. അപ്പൊ പള്ളിക്ക് തന്നെ ചെല്ലണം. ലാ നഹ്സുഹു ഇല്ല സ്വലാ, നിസ്കാരമല്ലാതെ അവനെ എണീപ്പിക്കുന്നില്ല. നിസ്കാരത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നുള്ളൂ? അവൻ പുറപ്പെടുന്നുള്ളൂ. നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് അവൻ പുറപ്പെടുന്നത്. പോകുന്ന വഴിയിൽ മാളിൽ കയറിക്കൊണ്ടോ അങ്ങാടിയിൽ കയറിക്കൊണ്ടോ വല്ല മീറ്റിങ്ങിനോ കളിയിലോ ഒക്കെ കൂടി കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ പോകാം എന്ന് പറയുന്ന അപ്പോൾ കിട്ടുന്ന കൂലിയല്ല ഇവിടെ പറയാൻ പോകുന്നത്. ലാ യുരിദില്ല സ്വലാ, നിസ്കാരമല്ലാതെ അവനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ എന്നാൽ അവൻ ചവിട്ടുന്ന ഓരോ ചവിട്ടടിക്കും ഒരു പദവിയുടെ ഉയർച്ചയും, ഒരു ദോഷം അവനെ തൊട്ട് അവിടുന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ദോഷം ഒഴിവാക്കുന്നു, പദവി കൂടുന്നു. എന്തേ അവൻ ചെയ്യുന്നുള്ളൂ? ഈസ് ജസ്റ്റ് വാക്കിംഗ്, നടക്കുമ്പോഴേക്കും കിട്ടുന്നത് ഇത്ര പ്രതിഫലമാണ്. എങ്ങോട്ടാണ് നടക്കുന്നത്? പള്ളിയാണ് എന്നുള്ള ലക്ഷ്യം. അതാണ് നീയത്ത്. നീയത്തിനെ കുറിച്ചാണ് നമ്മുടെ പാഠം. അപ്പൊ നീയത്ത് ഇപ്പൊ നമ്മളുള്ള പള്ളിയിലല്ല. ഇപ്പൊ അവനുള്ളത് അവന്റെ റോട്ടിലൂടെ വണ്ടിയും കാറും ബസ്സും ഒക്കെ പോകുന്ന, ജീവജാലങ്ങളൊക്കെ നടന്നു പോകുന്ന ഒരു പ്രതലത്തിലാണ് ഇപ്പൊ അവനുള്ളത്. എന്നിട്ടും അവനിപ്പോ കിട്ടുന്ന എന്താ? അവന്റെ പാപം പൊറുക്കാണ്, അവന്റെ ദോഷം പാപം പൊറുക്കാണ്, പദവി കൂടുകയാണ്. ഇതേ കർമ്മം ചെയ്യുന്ന ആളുകൾ റോട്ടിലുണ്ടാവും, നടക്കുന്ന ആളുകളുണ്ടാവും, വരുന്ന ആളുകളുണ്ടാവും, പോകുന്ന ആളുകളുണ്ടാവും. അവർക്ക് കൂലി കിട്ടുന്നില്ല, ഇവൻക്കേ കൂലി കിട്ടുന്നുള്ളൂ. എന്താ? ഇവന്റെ നീയത്ത് എന്താണ്? പള്ളിയാണ്. അതാണ് നീയത്തിനമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്നത്. ലം യഖുത് ഖുത്വതൻ ഇല്ലാ റുഫിഅ ലഹു ബിഹാ ദറജ വഹുത അൻഹു ബിഹാ ഹത്താ യദ്ഖുലൽ മസ്ജിദ. പള്ളിയിൽ കയറുന്നത് വരെ അവനക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ പള്ളിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ കിട്ടിയ കൂലികളാ. ഇനി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനമായ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ അവനക്ക് എത്ര കൂലി കിട്ടും? അങ്ങനെ ഫൈദാ ദഖലൽ മസ്ജിദ കാന ഫിസ്വലാഹ്, നിസ്കാരത്തിലാണ് നിസ്കാരം അവൻ തടഞ്ഞു വെക്കുന്ന കാലത്തോളം. മീൻസ് 1 മണിക്കുള്ള നിസ്കാരത്തിന് 12:45 പള്ളിയിൽ എത്തിക്കൊണ്ട് 1 മണി വരെ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളിനിക്ക് ആ മണിക്കൂർ ഹി ഈസ് ഇൻ ദ സ്വലാ, അവൻ എന്തിലാണ്? നിസ്കാരത്തിലാണ് അവനായിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിസ്കാരത്തിന് വേണ്ടിയിട്ട് നിസ്കാരം തടഞ്ഞു വെച്ച് നിൽക്കുന്നവൻ നിസ്കാരത്തിലാണെന്ന് പറയുന്നു. നിസ്കാരത്തിന് കിട്ടുന്ന പ്രതിഫലം അത് അള്ളാഹുവിന് മാത്രമാണ് അറിയുക. ആ വഴിയിലൂടെ നടന്നു വന്നപ്പോൾ കിട്ടുന്ന പ്രതിഫലം തന്നെ പാപം പോകാനും പദവി ഉയരാനും കാരണമായെങ്കിൽ, നിസ്കാരത്തിന്റെ കൂലി കിട്ടുന്ന ഒരു സമയത്തിന്റെ പ്രതിഫലം എത്രയായിരിക്കും? അപ്പൊ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്. അനവൽ മലായികതു യുസല്ലൂന അലാ അഹദിക്കും, നിങ്ങൾപ്പെട്ട ഓരോരുത്തരുടെ മേലും മലക്കുകൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. മാദാമ ഫീ മജ്ലിസിഹി അല്ലദീ സ്വല്ലാ ഫീ, അവൻ നിസ്കരിച്ച മജ്ലിസിലിരിക്കുന്ന കാലത്തോളം, നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ മലക്കുകൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഈ നിസ്കരിക്കുന്ന ആൾ എനിക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. യഖൂലൂന, അവർ പറയുന്നു, അല്ലാഹുമ്മ ഇർഹംഹു, അള്ളാഹുവിന്റെ എണ്ണമറ്റ കണക്ക് അള്ളാഹുവിന് മാത്രം അറിയുന്ന ധാരാളമുള്ള അള്ളാഹുവിന്റെ സൈന്യം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആ മലക്കുകൾ, അല്ലാഹുമ്മ ഇർഹംഹു, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു
അല്ലാഹുമ്മ തുബ് അലൈഹി, അള്ളാഹുവിൻ്റെ മേൽ പാപം തൗബ സ്വീകരിക്കുകയും എനിക്ക് പുറത്തു കൊടുക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാലം യുദി ഫീഹി, അവൻ അതിൽ ബുദ്ധിമുട്ടാക്കിയിട്ടില്ലാത്ത കാലത്തോളം, ആ യുദ്ധത്തിൽ മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടാക്കാതെ, മാലം യുഹദിസ് ഫീഹി, അതിൽ അവനക്ക് അശുദ്ധിയും ഉണ്ടാവാത്ത കാലത്തോളം, അപ്പം അശുദ്ധിയൊന്നുമില്ലാതെ മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടാക്കുകയൊന്നും ചെയ്യാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മലക്കുകളുടെ പ്രത്യേകമായ ദുആ. മദീന തഴുകി വരും